ഹജ്ജ് സീസൺ അല്ലാത്ത സമയങ്ങളിൽ ഹജ്ജ് കമ്മിറ്റിയുടെ ആസ്തികൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് പരിഗണനയിലുണ്ടെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കരിപ്പൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ ഹജ്ജ് ഹൗസ് കെട്ടിടങ്ങളും മറ്റു ഭൗതിക സൗകര്യങ്ങളും അതിനായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. വിദ്യാഭ്യാസ പരിശീലനം ഉൾപ്പെടെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു സ്വത്താണ് ഹജ്ജാജിമാർക്ക് സേവനം ലഭിക്കേണ്ട കേന്ദ്രമാണ്. പക്ഷേ ഈ പറഞ്ഞ ഹജ്ജിന് പോകൽ പലരും വർഷത്തിൽ ഏതാനും ആഴ്ചകളിലും ബാക്കി സമയം ഈ പ്രസിഡന്റ് മുഴുവനും ഇവിടെ പ്രിയനുണ്ട്. അപ്പം അതൊക്കെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ, പ്രയോജനപ്പെടുന്ന വിധത്തിൽ, ഉപകരിക്കുന്ന വിധത്തിലാക്കി മാറ്റണം എന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ചില കോച്ചിങ്ങുകൾ, വിദ്യാഭ്യാസപരമായി നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ട സപ്പോർട്ടുകൾ ഒക്കെ ഇതിനെ പ്രയോജനപ്പെടുത്താം, പരിശീലനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം എന്നൊക്കെ നിർദ്ദേശം. കോഴിക്കോട്ടും കണ്ണൂരും ഒക്കെ ഹജ്ജ് കമ്മിറ്റിയുടെ പേരിലുള്ള പ്രോപ്പർട്ടി അതും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ എന്തെല്ലാം കർമ്മ പദ്ധതികൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും നമ്മളെല്ലാവരും ചേർന്ന് ആലോചിക്കുന്നുണ്ട്. അതിലൊക്കെ വേറെ തർക്കത്തിൻ്റെ വിഷയമാണ്. ഇതൊക്കെ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ ഉന്നതിക്കും പുരോഗതിക്കും വേണ്ടി എല്ലാവരും കൂടി ചേർന്ന് ചെയ്യേണ്ടത് പൊതുകാര്യം. ആ ഒരു കാഴ്ചപ്പാടും ഈ വിഷയത്തിൽ വകുപ്പിലുണ്ട് എന്നത് ഞാൻ സാമൂഹികമായി സൂചിപ്പിക്കുന്നു. കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് ട്രെയിനർമാർക്കും സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർക്കുമായി നടത്തിയ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷത വഹിച്ചു. MLA-മാരായ TP അഷ്റഫ് അലി, TV ഇബ്രാഹിം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PKC അബ്ദുറഹ്മാൻ, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ ഉമ്മർ ഫൈസി മുക്കം, K മൊയ്തീൻകുട്ടി, OV ജഹഫർ, ഷംസുദ്ദീൻ അരിഞ്ചിറ, അബ്ദുറഹ്മാൻ, നൂർ മുഹമ്മദ് നൂർഷ, അനസ് ഹാജി, അസിസ്റ്റന്റ് സെക്രട്ടറി മുജീബ് റഹ്മാൻ പുത്തലത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് ഏരവൺ. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti.